ഗൈസ് അപ്പോൾ കുറേ നാളത്തേക്കല്ല കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അതെ, ആഫ്റ്റർ ലോങ് ടൈം. അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഈ വീഡിയോയിൽ തന്നെ അല്ല, അതിലൊരു മെയിൻ കാരണം ഈ വീഡിയോയിൽ തന്നെ അറിയണ്ടാ. ഇപ്പോൾ ഗൈസ് സമയം വേണ്ട 1:29, അതായത് ഉച്ചയ്ക്കല്ല, കണ്ടില്ലേ ഗൈസ്? നിങ്ങൾക്ക് ഇതുപോലത്തെ ഉറക്കമില്ലാത്ത കുട്ടി അതായത് ഉറക്കമില്ലായിക്കൊന്നുമില്ല കേട്ടോ. ചിങ്കുവിന് നല്ല ഉറക്കമുണ്ട്, പക്ഷെ രാവിലെ ഒന്നും മാത്രമേ ഉള്ളൂ. രാവിലെ നല്ല സുഖമായിട്ട് ഉറങ്ങും, രാത്രി അതിൻ്റെതാ. എന്നിട്ട് രാത്രി ഉണ്ടോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടിട്ട് ചിരിക്കുക, അതാണ് ആളുടെ മെയിൻ പണി. അപ്പോൾ പ്ലാൻ ഒന്നും ചെയ്തില്ല, ഞങ്ങൾ പെട്ടെന്ന് ശരി ഇതൊരു വീഡിയോ ആക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ വീഡിയോ എടുത്താണ്. അതെ, പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, അല്ലെങ്കിൽ വാവിച്ച അമ്മയും കൂടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഒരു 1 മണി വരെയൊക്കെ നിൽക്കുമല്ലോ, ഈ ഒരു സമയം കുറച്ച് നിൽക്കും. ചില സമയത്ത് 2 മണി വരെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിന് ശേഷം ചിങ്ങട് ഉറങ്ങുന്നത് വരെ വാവിച്ച അമ്മ തന്നെയാണ് ഫുള്ള് മാനേജ് ചെയ്യാനുള്ള കേട്ടോ. അപ്പം ഞാനിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങാതെ പിന്നെ ഇരുന്നാണ്. രാവിലെ നല്ല ഉറക്കമുണ്ട്, വിടാണ്ട് രാവിലെ ഉറങ്ങി 2-3 പ്രാവശ്യം പാല് കുടിക്കാൻ വെച്ചാൽ പിന്നെ അവൾ എണിക്കുകയില്ല, വൈകുന്നേരം വരെ ഉറങ്ങും. അതിന് ശേഷം ഒരു എത്ര മണിക്ക് ഒരു 11 മണിയാവും. ആ ഒരു 11 9:30 അല്ലേ 10 മണിക്കൊക്കെ രാത്രി അപ്പ തൊട്ട് രാവിലെ ചിലപ്പോ 6 മണി വരെ ഉറങ്ങാതിരിക്കും. ഇന്നത്തെ സീൻ എന്താന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊരു അല്ല, ഞാൻ ആവശ്യമെടുത്ത് പറയാനും ചിലപ്പോ വീഡിയോ എടുക്കണോണ്ട് ചിലപ്പോ പറയാൻ പറ്റില്ല, ഇനി ഉറങ്ങിയാലോ എന്നൊക്കെ. പിന്നെ അത് മാത്രല്ല, കുറെ പേര് കമന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഇവളിൽ നിന്നും നേരെ ഇവളുടെ അപ്ഡേറ്റ് അറിയില്ല, ഞങ്ങളുടെ അപ്ഡേറ്റ് അല്ല. മൊത്തത്തിൽ അപ്ഡേറ്റ് ഒന്നുമില്ല, കാരണം വീഡിയോ ഇടുന്നില്ലല്ലോ. അപ്പൊ വീഡിയോ ഇടുന്നെങ്കിലല്ലേ അപ്ഡേറ്റ് അറിയുള്ളൂ. പക്ഷെ ഇതൊക്കെയാണ് മെയിൻ കാരണം. ഇപ്പോ എന്നാലും ഞങ്ങൾ വഴി എങ്ങനെ വരുന്നിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലോ. പിന്നെ അതുപോലെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ആദ്യം ഇടവിട്ടിട്ടാണ് വീഡിയോ എടുക്കണതെങ്കിലും സമയം കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ തീരെയില്ല. അതൊരു കാര്യം ഉണ്ട് കേട്ടാ. ഇപ്പൊ വാവിച്ച അമ്മയും കൂടിയിട്ട് ഇരിക്കുക, പക്ഷെ ചിങ്ങുവിന് രാത്രി സമയമായിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രമേ ഇരിക്കുള്ളൂ എന്നുള്ളൊരു ഇതാണ്. അതുപോലെ 3 മണിക്കൊക്കെ അടിച്ചത് അതുപോലെ വന്നിരിക്കണം പുറത്ത്. അതെന്താ സംഭവിച്ചല്ലേ, എന്താണ് വാവിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുക. അപ്പോൾ ചിങ്ങുവിന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ ഇരിക്കുക, പിന്നെ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുക. ഇതൊക്കെയാണ് ചിങ്ങുവിൻ്റെ മെയിൻ പണികൾ ഇട്ടാ. ലോവേ കുറുമ്പൊക്കെ ഉണ്ട് നോക്കിയാ. ചിങ്ങടോ ഇണ്ടടാ, അത് എന്തിനാന്നറിയോ, ഇരിക്കുകയല്ലേ ഇപ്പോൾ. അപ്പോൾ എണീക്കാൻ വേണ്ടിയിട്ട് ഇനി നോക്കിയാൽ എണീച്ചതിന് തുള്ളിച്ചാടാൻ തുടങ്ങും. അതില്ല, ഇവിടെ അല്ലേ ഈ ഗേറ്റിന്റെ ഈ പോർഷനിൽ വന്നിട്ട് എന്തോ മൂപ്പരിങ്ങനെ തിളക്കമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിൽ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കല്ലോ. അവൻ ഞാൻ മറിഞ്ഞു നിൽക്കണം, ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് ഇവിടെ നിൽക്കണം ഗീസ്. പിന്നെ അല്ലെങ്കിൽ ലിസനെ ഇവിടെ കെട്ടിയുള്ളൂ അവൻ. അപ്പൊ ലിസനെ ഇവിടെ കെട്ടിയിരുന്ന സമയത്ത് നല്ല ഇഷ്ടമാണ്. ലിസനെ ഇങ്ങനെ കളിയൊക്കെ കണ്ടിട്ട് അതിനിങ്ങനെ പിടിക്കാൻ പോണ പോലെ കാണിക്കും, ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നിക്കാന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കുട്ടികൾ നിൽക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അവർക്ക് നിങ്ങൾ ലോഡ് കൊടുക്കില്ലേ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ ഒന്നും ഇതാണ്ട പിരുത്തിയതാണ്, കണ്ട എണിക്കാൻ വേണ്ടിയിട്ടാണ് കിടന്ന് പടയുന്നത്. എണീപ്പിച്ച് നിർത്തില് പിന്നെ അതുപോലെ തന്നെ കിടന്ന് ചാടാൻ തുടങ്ങും. അതാണ് സംഭവം. അത് ഇല്ലേ, വാവച്ചിന്റെ മാത്രം ഞാൻ ശ്രദ്ധിച്ചിരുന്നിട്ടാ. വാവച്ചി എന്തെങ്കിലും ഡ്രസ്സുകൾ ഇട്ട് വന്ന് വാവച്ചിന്റെ ഡ്രസ്സുകൾ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കണ്ടാ നോക്കിയിട്ട് നിൽക്കാണ്. ഒരാള് ഇതിൽ പൂവ് എന്തോ ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കിയിട്ട് നിൽക്കാണ്. ചിങ്ങടോ എന്താണ് എന്താണിത്, എന്താണിത്? പിന്നെ അതുപോലെ കൊറേ പേര് എന്താണ് കുട്ടിക്ക് എത്ര മാസമായി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 4 മന്ത് കഴിയാനായി, 5th മന്തിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മന്ത് കഴിയാനേ 5th മന്ത് ആവാറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും കറക്റ്റ് ഇല്ല, അറിയുന്നില്ല കേട്ടോ. അത് സത്യം കേട്ടാ. ഞാൻ ഇവിടെ മറിഞ്ഞിരിക്കല്ലേ, അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിങ്ങടോ എന്താണിത്? അല്ല, ഇപ്പൊ വേലകളൊക്കെ കുറെ നടക്കണ്ടല്ലോ, അവിടെ കൊണ്ട് വിട്ടാൽ മതി ഡാൻസ് കളിക്കുന്നു. അതില്ലേ, വാവച്ച് ഇങ്ങനെ വയറിലിങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുക. അങ്ങനെ കളിപ്പിച്ചിട്ട് മൂപ്പർക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, അതിങ്ങനെ
അവള് നൽകും. കുട്ടി ഇങ്ങനെ ചാടുന്ന സമയത്ത് നമ്മളൊരു സപ്പോർട്ട് ചെയ്യണല്ലോ, അല്ലെങ്കിൽ അത് എന്താണ് അവർക്ക് ഫുള്ള് ലോഡ് വരുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യും. എന്താ പറയുന്നത് നോക്കണില്ലേ? നോക്കില്ലേ ചിങ്ങടോ ഡാഡ് എന്താ പറയുന്നത് നോക്കണേ? എന്താ പറയുന്നത് നോക്കണേ? കൽപ്പണി എന്തടാ? അല്ലെങ്കിൽ ഇവിടെ നല്ല കൂക്കും നല്ലവിളിയൊക്കെ ഇരിക്കുന്നു പറയുന്നത് നല്ല സൈലന്റ്. ഇന്നലെ വന്നിട്ട് ഇടയിൽ കരണ്ടും കാര്യങ്ങളൊക്കെ പോയി രാത്രി ഇതുപോലെ സമയത്തിട്ടാ. അപ്പോൾ എന്താണ് ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട്, പക്ഷേ ഇടയിലിടയിൽ എണീക്കണം. എന്തിന്? ചിങ്ങടിൻ്റെ കൂക്കും നല്ലുള്ളിയും കേട്ടിട്ടാണ് ഞാൻ ഇടയിലിടയിൽ എണീക്കുന്നത്. ലോവേ ഇന്നലെ നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നല്ല ചൂടാണ്. എന്നത്തെ വെച്ച് കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടാണ്. സത്യം ഒന്നിനും പറ്റില്ല. അത് കാരണം കുട്ടിക്ക് ഇപ്പൊ ഡ്രസ്സേ ഇട്ട് കൊടുക്കാറ്. ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പാമ്പേഴ്സ് ഇട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പാമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അധികം താല്പര്യമില്ല. അപ്പൊ അവള് മൂത്രം ഒഴിക്കണി ഒഴിച്ചോട്ടെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ വിടും. അപ്പൊ ഇടണി ഇട്ടോട്ടെ കൊണ്ട് അങ്ങനെ വിടും. അതെന്താ വെച്ചാൽ നല്ലതല്ല എന്നുള്ളൊരു ഇതാണ്. കുറച്ച് നേരം ഇപ്പം ഇരുന്നിട്ട് കണ്ട പിന്നെ പഴയതുപോലെ തന്നെ തുടങ്ങി. അതായത് കുറച്ച് കളിക്കട്ടാ, എന്നിട്ട് ക്ഷീണിക്കുന്ന സമയത്ത് ഇരിക്കില്ലോ അവ, എന്നിട്ട് പിന്നെയും എണീക്കണം തോന്നുമ്പോ ചാടും. അങ്ങനെ അതെ, ഇങ്ങനെ കൂക്കുന്നല്ലേ. ഇല്ല, എനിക്ക് ശീലമായല്ലോ. എനിക്ക് അത് കാരണം അങ്ങനെ ഉറക്കൊന്നും വരുന്നില്ല. എനിക്ക് ഇപ്പോഴല്ല, ലാസ്റ്റ് ഘട്ടത്തിലാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത. പക്ഷെ എനിക്കാണെങ്കിൽ എന്താ പറയാ, നേരെ ഒന്ന് കിടക്കാനും പറ്റില്ല. കാരണം ഇവൾക്ക് ഞാനില്ലാണ്ട് പറ്റില്ല. അപ്പൊ അത് കാരണം എവിടെ പോയാലും ഇവിടെ കരണ്ടേ ഇരിക്കും. വാവച്ചി പിടിച്ചു തന്നെ മിണ്ടാണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഫീഡ് ചെയ്യാനും വായിച്ചു വേണമല്ലോ. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ, ഫോണും പിടിച്ചോട്ടാ. എന്നെ കാണിച്ചു കൊടുക്ക്. കണ്ട പറയാൻ പറ്റില്ല ഗൈസ്, വീഡിയോ എടുക്കുമ്പോ മൂഡ്. പിന്നെ ഒരു കാര്യം, കളിച്ചു നിന്ന് അങ്ങനെ നിൽക്കുകയും ചെയ്യും. കളിച്ചു നിന്ന് അങ്ങനെ നിൽക്കും. ചിങ്കിടോ വിളിച്ചിനോതാ ഇല്ലേ ബേബിയുടെ കാലനങ്ങള് ശ്രദ്ധിക്കണ്. ഇതെന്താ ചിങ്കിടോ? അവളെന്റെ പാൻറ്റിക്കാണ് ഗൈസ് നോക്കുന്നത്. എനിക്കത് ഇഷ്ടമില്ല. ബേബി എന്താ പറയാ, ആടിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കം ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല കൂർക്കം വലിയായിരുന്നു. എന്താണ് കുറച്ചൊന്ന് കിടന്നിട്ട് എണീറ്റിട്ട് എന്താണ് ഒന്ന് ഫ്രഷ് ഒക്കെ ആവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് ഉറക്കം. അല്ല ഗൈസ്, എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം ഗൈസ്. ഇന്ന് എന്താന്നറിയില്ല, മൂപ്പര് നല്ല സൈലന്റ് ആണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പൊന്നുവാ. പിന്നെ അതുപോലെ തന്നെ വാവിച്ചിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ വായിച്ചു പറഞ്ഞു, നോയിക്ക് എന്റെ അടുത്ത് തന്നെ വരുള്ളൂ പറഞ്ഞു വായിച്ചു. അപ്പൊ ഞാൻ വായിച്ചെടുത്ത് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇട്ടാ. അപ്പൊ വായിച്ചെടുത്ത് പറഞ്ഞത് നമുക്ക് നോക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാന് ഒരു 2 മണി വരെയൊക്കെ മാക്സിമം ഇരുന്നിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ അതിന് ശേഷം അമ്മയും വായിച്ചാണ് നിൽക്കുക. അപ്പൊ ആ ഒരു ഇതിൽ അറിയില്ല, ആ ഒരു സമയത്ത് ഞാൻ എടുക്കുമ്പോ എങ്ങനെ ഇരിക്കും അറിയില്ല. അപ്പൊ ഇന്നാണ് അത് പരീക്ഷ. പക്ഷെ ഇന്നെന്താന്ന് അറിയില്ല, ഇന്ന് അവൾക്ക് നല്ല മൂടാണ്. എനിക്കാൻ വേണ്ടിട്ടാണ്, എനിക്കാൻ വേണ്ടിട്ട് ഇരുന്ന് ചവിട്ടും. പുതിയ പുതിയ മോഡലാണ്. പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ട് ബേബി കുട്ടിന്റെ കാലിപ്പ തന്നെ വളഞ്ഞിട്ടുണ്ട്. അതെന്തോ ഒഴിഞ്ഞ് ശരിയാക്കാനാ? ഒഴിയാൻ പാടില്ല ശരിക്കും. പിന്നെ നിർത്താൻ പാടില്ല, അത് ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിർത്താനും കാര്യങ്ങളും. പക്ഷെ അവര് നിക്കണേന് നമുക്ക് ഒന്നും ചെയ്യണ്ട, കിടത്തുമ്പോ തന്നെ മൂപ്പർക്ക് പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഇപ്പൊ നിർത്തിന്ന് വെച്ചോ, ഈ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ഉണ്ട്. അവർക്ക് വെറുതെ ഒരു കാല് അവിടെ വെക്കണം എന്നുള്ളൊരു. പിന്നെ അഥവാ കാല് കടയുന്നുണ്ട്, വേദനിക്കുന്നുണ്ടെങ്കിൽ അവൾ തന്നെ ഇരിക്കും. കുഞ്ഞിപ്പെണ്ണേ നല്ല ചൂട് കൂടുതലാ. ബേബിക്ക് അതുപോലെ തന്നെയാണല്ലോ. ഗൈസ് ഇടയിൽ കൂടെ എന്റെ കൈയൊക്കെ എന്റെ വെല്ലുകളൊക്കെ കണ്ടോണ്ട് ഗൈസ്.
ബാ 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 അമ്മന്റെ പൊന്നു ബാ എന്ത് ബാ ബാ ചിരിക്കാനുള്ള മൂടല്ല ഡാഡിയെ, നമുക്കിപ്പോ ചിരിക്കാനുള്ള മൂടല്ല. ഡാഡിന്റെ കുറച്ച് ചാടിയില്ലേ, ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് ചാടടാ, അമ്മയുടെ അടുത്ത് കുറച്ച് ചാട്. എന്താണ് എന്താണ് അതാ കുട്ടിയുടെ അല്ലാതെ കുട്ടിക്ക് പാലിന് വേണ്ടിട്ടാണ് പാല് കൊടുത്തിട്ട് വരാം. ഫീഡ് ചെയ്ത് കഴിഞ്ഞുട്ടാ. അപ്പോഴേക്കും ഒരാള് പകുതി ഉറക്കുകയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ ഇവിടെ അല്ലേ ഞാൻ ഇവിടെ ഇരുന്നവിടെ തന്നെ വെറുതെ കിടന്നിട്ടൊന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ കിടന്നാണ്. അങ്ങനെ 8-9 മണിക്കൊന്നും അല്ല, നേരത്തെ എന്ന് പറയുന്ന സമയത്ത് 8-9 മണിക്കൊന്നും അല്ല കേട്ടോ ഉറങ്ങുക. ഏകദേശം 1:30-2 മണിയൊക്കെ ആവും. ആ സമയമൊക്കെ ആവും ഉറങ്ങുമ്പോ. അതിലൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ എണീക്കുകയും ചെയ്യും. ഭാവിച്ച് എന്താണ് വൈകി ഇതിന്റെയൊക്കെ വിചാരം എന്താണെന്നറിയോ, നമ്മള് ഈ അതായത് ഇവളെ മെയിൻറ്റെയിൻ ചെയ്യപ്പോ ഇവള് ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6-6:30 വരെ ഇവള് കളിച്ചിട്ടിരിക്കും. അപ്പൊ നമുക്കത് വല്ലാത്തൊരു എന്താ പറയാ ക്ഷീണമാണ്. പിന്നെ അതുപോലെ ഫീഡ് ചെയ്യണമുണ്ട്, നമ്മുടെ ആ എനർജി മൊത്തം പോകും. അപ്പൊ അത് കാരണം ഞാൻ 6:30 ഉറങ്ങി. ഞാൻ 11 ബേബ് വന്ന് വിളിക്കും, പാവേ ഫുഡ് കഴിക്കാൻ. ഞാൻ ബേബ് കഴിച്ചോ, ഞാൻ വലിയ സമാധാനത്തിൽ ഉറങ്ങി എണിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവള് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. അത് ശരിയാ, മനസ്സിലായി? അതന്നെ മിണ്ടാണ്ടിരിക്കുന്നു. ഇവള് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരില്ല. അല്ലെങ്കിൽ ഇപ്പൊ അവള് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ കൂടെ കുഴപ്പമില്ല. എണിച്ചു പറഞ്ഞ പിന്നെ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ബേബി അത് സംസാരിക്കുമ്പോ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ചിങ്കിടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കയാണ്. ഇപ്പൊ സമയം എത്രയായി ബേബി? 2 മണി. അത് ചവിട്ടിട്ട് ചാടുകയാണ്. 2 മണി കറക്റ്റ് 1:55. എന്താണ് 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 വേണ്ടത് കുട്ടിക്ക്? കുഞ്ഞു പെണ്ണേ എന്ത് വേണം? എല്ലാരും ഉറങ്ങി. എന്ത് വേണം? എന്ത് വേണം? ഗേറ്റിന്റെ അവിടെ എന്തോ ഒരു പ്രേതമുണ്ട്. ഗേറ്റിന്റെ അവിടെ എന്തോ എപ്പോഴും ഇങ്ങനെ ഒരു തിളക്കം എന്തോ ആണ്. ലൈറ്റിന്റെ തോന്നുന്നു. അതിങ്ങനെ നോക്കിട്ട് എനിക്ക് കാണുള്ളൂ. എനിക്കും അറിയുന്നില്ല ഇതിപ്പോ എന്താന്ന്. കുട്ടിക്ക് എന്താ കാണുന്നത് അറിയില്ല. കള്ളിപ്പിന്നെ എന്താണ് നോക്കണ്? എന്താണ് നോക്കണ്? എന്താണ് കള്ളിപ്പിന്നി? ചില സമയത്തില്ലേ ഉള്ളിലിങ്ങനെ ഹാളിലിങ്ങനെ സെറ്റിലിരിക്കുമ്പോൾ ടേബിൾ ഇങ്ങനെ ഇതുപോലെ കാല് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കട്ടാ. ചില സമയത്ത് ആൾക്ക് മൂടില്ലെങ്കിൽ ഇതാ കണ്ട കണ്ട എണിക്കുന്ന കണ്ട. എവിടേക്ക് എണിച്ചു ഓടുന്നത്? എവിടേക്ക് എണിച്ചു ഓടുന്നത്? എവിടേക്ക് എണിച്ചു ഓടുന്നത്? എന്റെ കള്ളി കള്ളി പറഞ്ഞു. സൂക്ഷിച്ചു നോക്കണം ഗൈസ്. ആവശ്യന്റെ പാന്റില് പൂവിനെ ഇങ്ങനെ നോക്കണം. നല്ല ഞാൻ വെറുതെ നീ പാന്റ് ഇട്ടു. അതല്ല, വാവിച്ച് ഏത് ഡ്രസ് ഇട്ടാലും ആവശ്യം ഡ്രസ് ഇങ്ങനെ നോക്കും. ഞങ്ങൾ എങ്ങനെ ഇട്ടാലും ഞങ്ങള് നോക്കില്ല. എന്താണ് സംഭവം? ഇഷ്ടമുള്ള പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കുള്ളൂ. അപ്പൊ അതൊന്നും എന്നെ നോക്കാത്തത് അത് ബേബിനെ ഇഷ്ടമല്ലാത്ത. വാവിച്ചിക്ക് അല്ലെങ്കിൽ കുറച്ച് ഇളക്കല് കണ്ട ഇളക്കല് കുറച്ച് കൂടുതലാണ് വാവിച്ചിക്ക്. ഗൈസ് ഇതുപോലല്ലേ ഒരു ടൈമില് ചിങ്കുട് ബേബിന്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നില്ല. അതായത് ബേബിന്റെ അടുത്ത് പോകുമ്പോ കരയ്യ. അതായത് സ്റ്റാർട്ടിങ് അതന്നെ 1 മാസം കഴിഞ്ഞിട്ടാ 2 മാസം ആ ഒരു ടൈമിലാ തോന്നുന്നു. സംഭവം മൂപ്പർക്ക് എന്തോ മൂഡ് ശരിയില്ല. അപ്പൊ അത് കാരണം ബേബിന്റെ അടുത്ത് പോണില്ല. ബേബിന്റെ അടുത്ത് പോകുമ്പോ മാത്രം കരയ്യ. എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കുഴപ്പമില്ല. എന്നിട്ട് ബേബി മൂഡ് ഓഫ് ആയിട്ട് നടക്കുക. അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചപ്പോ പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് മാത്രം വരുന്നുണ്ട്, എന്റെ അടുത്ത് മാത്രം വരുന്നില്ല. പിന്നെ അത് കുറച്ച് സമയത്ത് അല്ല പിന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ വെറുതെ ബേബിനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഡാഡിനെ ഇഷ്ടപ്പെട്ടില്ലേ, ഡാഡിന് വേണ്ടതായെന്നൊക്കെ പറയുമ്പോൾ ബേബിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല.
അപ്പൊ അത് കാരണം ഇങ്ങനെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് പക്ഷെ അത് അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോയില്ലേ? അത് കഴിഞ്ഞിട്ട് അതേപോലെ ആയിട്ടുണ്ടായിരുന്നു സംഭവം. അപ്പോഴാണ് വായിച്ചു എന്റെ അടുത്ത് പറഞ്ഞത് മൂഡ് ശരിയില്ലാത്തത്. അപ്പോഴാണ് എനിക്ക് ഞാൻ ബേബിയുടെ അടുത്ത് ഫസ്റ്റേ പറഞ്ഞു പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ, കാരണം അത്രയും ദിവസം എടുത്തിട്ട് ചിങ്ങോട് പെട്ടെന്ന് എന്റെ അടുത്ത് ഒരു മാത്രം കാര്യം എനിക്ക് എങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ബേബി ഇവിടെ താവാകെ കൂട്ടരുത്, ഞാൻ എടുക്കട്ടെ. ആ ആവശ്യത്തോടെ എടുത്തിരുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടാവും. ഇനി ഇപ്പൊ അടുത്തത് ഇട്ടാ ആവശ്യത്ത് പോവാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ് ആണ് അല്ലേടാ? ഗൈസ്, ഇവളുടെ ഈ കാണുന്ന സ്വഭാവം ഒന്നുമല്ല എപ്പോഴും. ഇന്നാണ് ഇഞ്ചിയല്ല കള്ളക്കരച്ചില്. അതെ, ഫോൺ അങ്ങനെ നോക്കട്ടെ. കള്ളക്കരച്ചില് അങ്ങോട്ട് വന്നോ. പിടിച്ചോട്ടാ. കള്ളക്കരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. കണ്ട? അല്ല, ഇത് സീരിയസ് ആയിട്ടില്ല കേട്ടോ. ഗൈസ്, ഇത് ഞങ്ങളില്ലേ നിർത്താതെ എടുക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടാ. ഗ്യാപ്പ് വെച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിങ് ഉണ്ടാവും. ഗൈസ്, പുറത്തുനിന്ന് ഞങ്ങൾ ഉള്ളിലോട്ട് വന്നു. ഇത്ര നേരം ഇവിടെ കട്ടിൽ കിടന്നു കേട്ടാ. കിടന്നു കഴിഞ്ഞിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കരഞ്ഞു. ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്ലാനിങ് അല്ലേ കള്ളി? എന്താ നിൽക്കാൻ പാടില്ല. എന്താ ശരിയായില്ലേ? നിൽക്കാൻ പാടില്ല. നിൽക്കാൻ ഇങ്ങനെ നടക്കണം. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ. കണ്ട ഗൈസ്, എന്റെ കോപ്പിയാണ്, എന്റെ കോപ്പി. അതന്നെ പഠിക്കുക. ഫാന് നോക്കുതാ. നാണം വരും ആൾക്ക്. മീസ് ഞാന് എണിച്ചിരിക്കണോണ്ട് അമ്മയുടെ അടുത്ത് ഉറങ്ങിക്കെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അമ്മ അവിടെ കിടന്നിട്ട് ഉറങ്ങുന്നു. സത്യ ഇഷ്ടപ്പെട്ടില്ലടാ. അങ്ങനെ കണ്ട സെന്നിട്ട് ഇളക്കന്നെ ചിങ്ങടോ. എന്താ വേണ്ടത് കുട്ടിക്ക്? അതായത് ഇതിപ്പോ ഇങ്ങനെ നോക്കണം എന്താ വെച്ചാൽ ഇതെന്താ കറങ്ങാത്തത്? അപ്പൊ ആവശ്യത്തിന് ഇട്ടായത് കാണുള്ളൂ. കുട്ടി ഇപ്പൊ തന്നെ ചിന്തിക്കരുത് എന്തുകൊണ്ട് കറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അതിങ്ങനെ കറങ്ങി സ്ലോ ആവല്ലേ. ആവശ്യം നല്ല പാട്ട്, ഒരു ആവശ്യം പാട്ട് പാടി കൊടുക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. പറയാൻ പറ്റും അതൊക്കെ ചെയ്യും. ഞാൻ എന്തായാലും ഇടൂട്ടാ. ഞാൻ പാട്ട് പാടുമ്പോ ലാസ്റ്റ് എന്റെ പാട്ട് ഫേമസ് ആയ ശരിയാവില്ല. അങ്ങനെ വെക്കുക നിർത്താ. മേലെ നോക്കുമ്പോ നോക്കട്ടെ. ഇനി നോക്കി ഫാന് കറങ്ങി ലാസ്റ്റ് ഇതിലെത്തി. അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നോക്കിയോ
ഞാൻ നെയ്സിൽ ഞാൻ ബേബിൻ്റെ അടുത്ത് കൊടുത്തു. ഒരു പാട്ട് പാടി കൊടുക്കു ബേബി കുട്ടിക്ക്. എനിക്ക് പാടാൻ അറിയൂല. ഇനി വന്നിട്ട് മേലേക്ക് നോക്ക. എന്ത് ചെയ്യുന്നത് ഫാന് കറങ്ങാത്തത്? എന്താണ് ഫാന് കറങ്ങാത്തത്? ബേബിൻ്റെ അടുത്ത് അവള് കംഫർട്ടബിൾ അല്ല. കണ്ട എന്താണ് എന്താണ് പ്രശ്നം കുട്ടിക്ക്? എന്ത് വേണം? എന്ത് വേണം? കണ്ട ആടെ കോപ്പിയാണ് ഇട്ടാ. ആ വാദിച്ചാകുമ്പോൾ നിർത്താൻ ചെയ്തു. ഇങ്ങനെയല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ടൂൺ ഇട്ട് കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട, കൊട്ടയ വേറെ അനിയും വിളിക്കാം. ഡാഡാ പാട്ട് പാടൂ. രാരീരോ. എനിക്ക് പാടാനൊന്നും അറിയില്ല. അറിയോ? ഇല്ലല്ലോ. എൻ്റെ അടുത്തൊരു വോയിസ് ഉണ്ട് കേട്ടോ, പാട്ടുണ്ട്. അത് ഞാൻ അയച്ചത്. അല്ല അയക്കല്ല, ഞാൻ കേൾപ്പിച്ചിരട്ടെ ഗൈസ്. ഗൈസ് ഇവിടെ പാമ്പ് വന്നു എന്നിട്ട് സൗണ്ട്. അതായത് വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോ വേറെ വഴിയിൽ എനിക്കനാണ്. ഓ ബാ 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 കളിക്ക് ബാ ബാ. ടില്ലിക്ക് 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 ടില്ലിക്ക്. പുതിയ ടൂണ്, പുതിയ ടൂണ്. എന്നിട്ടാണ് ഡാഡിക്ക് പാട്ട്. പാട്ടല്ല, ട്യൂൺ ട്യൂൺ മ്യൂസിക്. ഓൺലി മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്ത് വന്നതാണ്. ബേബി ഒരു മാസം ബേബി മുകളിൽ എടുത്തിട്ട് ഡാൻസ് കളിച്ച ബേബിന്റെ വെയിറ്റ് പെട്ടെന്ന് കുറയും. പിന്നെ ഡാഡ് നിന്നോ? പാട്ട് വെക്കുമ്പോ അതിനിങ്ങനെ ഏറ്റു പിടിക്കും. അതല്ലാണ്ട് അപ്പൊ ഇത് ഏതാ പാട്ട്? ഡിങ്കിരി ഡിങ്കാലേ. മറ്റേ ദുൽഖറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ ഫുള്ളായിട്ട് എന്നെ കൊണ്ട് പാടും. ഫുള്ളായിട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നു ആശി. അതിന് വേണ്ടിട്ട് ഏതാണ് ചേച്ചി പാട്ട് പാടി. അങ്ങനെ പാട്ട് കേട്ട് വാങ്ങിച്ച് ഉറങ്ങണ്ട. ഞാനല്ല കുട്ടി. നോക്ക് ചിങ്ങൂട് നോക്ക്, പതിങ്ങി കിടക്കണ പാവാം. അങ്ങനെ കളിക്കുന്നുണ്ടാവും. സുഖം കണ്ട് കിടക്കാണ് കേട്ടാ. കാരണം ഇങ്ങനെ അവൾക്ക് കളിക്കണം, എന്നാലും അവൾ ഇങ്ങനെ ഇരിക്കുള്ളൂ. രാവിലെ വരെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് ഇതുപോലെ കളിക്കാൻ. അതും ഞാൻ അതായത് പ്രഗ്നൻസി സമയത്ത് കുറച്ച് തടിയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. വേഗം നിർത്തി നോക്കട്ടെ ഞാൻ. എന്താ അമ്മന്റെ കുഞ്ഞിപ്പെണ്ണേ, നല്ല സൂപ്പർ ബെഡ് കിട്ടിയില്ലേ? അമ്മന്റെ മേലെ എല്ലാം ഊത്തില്ലേ? കാണാൻ നല്ല രസമുണ്ടാ? തിന്നിടാ. ഗൈസ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇവൾക്ക് നേരത്തെ ഉറക്കം വന്നോന്ന് പറയാൻ പറ്റില്ല. ഗൈസ് 2:30 ആവാനായി. പക്ഷെ ബേബിമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ലേറ്റായി കിടന്നാലും പെട്ടെന്ന് എണീക്കും. ഇപ്പം 6 മണിക്ക് കിടന്നാൽ ചിലപ്പോൾ 6 മണിക്ക് തന്നെ എണീക്കും. ബേബി അവൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ടോന്ന് ഡൗട്ട് ഇട്ടാ. പതിങ്ങി കിടക്കണോ? ഉറക്കം വന്നടാ ഗൈസ്. ഈ ഉറക്കം കള്ള ഉറക്കമായിരിക്കും കേട്ടാ. ചിലപ്പോൾ 1 മണിക്കൂർ ഉണ്ടാവില്ല, 1/2 മണിക്കൂറത്തെ ഉറക്കമായിരിക്കും. അതാ ഉറങ്ങണടാ. അയ്യോ എന്റെ കുട്ടി ഉറങ്ങണോ?
അല്ലെങ്കിൽ ഞാനും അവള് ചിങ്ങോട് ഉറങ്ങും കണ്ണടിക്കുന്നു ഡാൻസ് കളിച്ചോ അതോ ആദ്യമായിട്ട് റെക്കോർഡ് അടിക്കും ഗൈസ്. അപ്പോൾ ചിങ്കുട് നല്ല ഉറക്കത്തിലാണ്. മാറി ഇളക്കിൽ നിർത്തുക. ഞാൻ എൻ്റെ കുട്ടിയെ കാണിച്ചു കൊടുക്കട്ടെ. എൻ്റെ ഗൈസ് നല്ല ഉറക്കത്തിലാണ് കേട്ടാ. ഇനിയിപ്പോൾ തൊട്ടിലുള്ള കിടക്കട്ടെ, കിടത്തി കഴിഞ്ഞിട്ട് ഇനി എണീക്കണമെന്നുണ്ടെങ്കിൽ അപ്പം കാണിച്ചല്ലോ. ഗൈസ് അപ്പം ചിങ്ങടൂനെ ഉറക്കിയിട്ട് ഞാനും വന്ന് കിടന്നു വായിച്ചുകൊണ്ട് കിടന്നു കേട്ടോ. അത് കിടന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തോ കഴിഞ്ഞിട്ട് ചിങ്ങടു എണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വായിച്ച് അമ്മയും കൂടിയിട്ട് തോന്നുന്നു രണ്ടാളും കൂടിയിട്ട് കുറേ നേരം ഇങ്ങനെ കർപ്പിച്ചോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് പിന്നെ ഒരു 6:30 ആകുമ്പോഴെന്തോ വായിച്ച് എന്നെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ചിങ്ങടൂടെ അടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്ന് വായിച്ചിൻ്റെ അടുത്ത് കുറച്ച് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ചിങ്ങടൂടെ എടുത്തിട്ട് പുറത്ത് ഇങ്ങനെ നടന്നു. അതായത് നേരം എടുത്തു 7 മണിയൊക്കെ അടുത്തായി, 6-7 മണിയായി. എന്നിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് അങ്ങനെ ചിങ്ങടു ഉറങ്ങിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ ഗൈസ്, അത് ചിങ്ങടു ഉറങ്ങി എന്താണ് നല്ല അർത്ഥത്തിലാണ്. അമ്മ ഇപ്പോൾ ചിങ്ങടു ഉറങ്ങിയ സമയത്ത് അമ്മ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ചിങ്ങടു ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കാൻ ചാൻസ് ഇല്ല. കാരണം ചിങ്ങടുവിൻ്റെ ഉറക്ക സമയമായി. ഇന്നലെ ഒരു 6:30 ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ 7:45 7:45 ചിങ്ങടു ഉറങ്ങണം. ഇനിയിപ്പോൾ നല്ല ഉറക്കമാണ്. കാരണം ചിങ്ങുവിൻ്റെ ഒരു ഉറക്ക സമയം രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉറങ്ങും. അപ്പോൾ ആവശ്യം ഈ സമയത്തൊക്കെയാണ് കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറേ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റാത്തത് കേട്ടോ. പ്ലീസ് എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.